പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഈ പാർട്ടിയെ എന്താ പറയുക കൊന്ന് കൊഴിച്ച് മൂടി 16 അടിയന്തരം കഴിച്ചിട്ടേ മൂപ്പര് പോകുള്ളൂ. അല്ല, ഒരാവശ്യമില്ലായിരുന്നു ഇങ്ങനെ ഒരു മുന്നേ, അല്ലെങ്കിൽ തന്നെ തോറ്റ് തുന്നം പാടിയിട്ട് നാണവും മാനും കെട്ട് കിടക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ അധികാരത്തിന് വേണ്ടി, കാരണം മൂപ്പരുടെ മനസ്സിൽ പ്രതിപക്ഷ ഈ ഉപ നേതൃസ്ഥാനം മരുവന് കൊടുക്കണം എന്നുള്ളതാണ്. മരുവന് കൊടുക്കണം, മരുവൻ എങ്ങനെയെങ്കിലും അടുത്ത മുഖ്യമന്ത്രി, അടുത്ത മൂപ്പർക്ക് ആവതുണ്ടെങ്കിൽ, എണീറ്റ് നടക്കാൻ ആവതുണ്ടെങ്കിൽ മൂപ്പർക്ക് തന്നെ ആവണം. അതിന് പറ്റില്ല വെച്ചാൽ മരുവനാകണം എന്ന് പറഞ്ഞാൽ കുടുംബവാഴ്ച. അതാണ് പിണറായി ആഗ്രഹിക്കുന്നത്. കേരള രാഷ്ട്രത്തിലെ കൊമേഡിയനാണ് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. ഇയാൾ വായ തുറന്നാൽ, ഇളിച്ച് കാണിച്ചാൽ, ഇയാളുടെ ശരീരഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇയാൾ ഏറ്റവും അവസാനം കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് ഒരു പ്രസംഗം നടത്തിയല്ലോ. ഇഡി ഒന്നും കണ്ടുകിട്ടില്ല. ഇഡി എങ്ങനെയാണ് നമ്മളെ മരുമോനെ തൊടുക? പിണറായി വിജയൻ പറയിപ്പിച്ചാണ്. പിന്നാലെ ഇരുന്നിട്ട് പിണറായി വിജയൻ കണ്ണുരുട്ടി പറഞ്ഞതാണ്, എടോ ഗോവിന്ദ അവിടെ പോയി കണ്ട് മുതലക്കുളത്ത് പോയി പ്രസംഗിക്കുക, എന്റെ മരുമോനെ തൊടാൻ പറ്റില്ല, എന്റെ മോളെ തൊടാൻ പറ്റില്ല, എന്നെ തൊടാൻ പറ്റില്ല, മരുമോനും തൊടാൻ പറ്റില്ലടോ, പോയി പ്രസംഗിക്കടോ ഗോവിന്ദ, അപ്പം ഗോവിന്ദ പോയി പ്രസംഗിക്കടോ എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പം മൂപ്പര് പകുതി മൂത്രമൊഴിച്ച് ബാക്കി പകുതി മൂത്രം അതും കൊണ്ട് ഓടിയതാണ്. ആ മൂത്രമാണ് ഇവിടെ ഒഴിച്ചത്. എവിടെ? നമ്മുടെ മുതലക്കുളം മൈതാനിയിൽ. അതാണ് മൂപ്പരുടെ പ്രസംഗം. ഇഡി എങ്ങനെ മരുവനെ പിടിക്കുന്ന ചോദിക്കുന്നത്. ഇഡി എങ്ങനെ കാരണഭൂതത്തെ പിടിക്കും? ഇഡി എങ്ങനെ കാരണഭൂതത്തിന്റെ മോളെ പിടിക്കും? ഒന്നും കിട്ടിയില്ല. മൂപ്പരാണല്ലോ തീരുമാനിക്കുന്നത് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ മുതലക്കുളം മൈതാനത്തിലുള്ള സഖാക്കന്മാര് മുഴുവനും മനസ്സിൽ പ്രാഗേനി പണ്ടാറ എന്നാണ് ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുക. പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കുന്ന, പാർട്ടിയെ നശിപ്പിച്ച് കാരണഭൂതം നശിപ്പിക്കുകയാണ്, കാരണഭൂതത്തിന്റെ മോള് നശിപ്പിക്കുകയാണ്, കാരണഭൂതത്തിന്റെ മരുവ നശിപ്പിക്കുകയാണ്. എന്നാ ഈ പാർട്ടി സെക്രട്ടറി എന്നെങ്കിലും അതിനൊന്ന് തടയണ്ടേ? ഇവിടെ ഇയാളാണെങ്കിൽ പിണറായി വിജയനെ കാണുമ്പോഴത്തേക്കും മൂത്രമൊഴിക്കാൻ തുടങ്ങും. എവിടുന്ന ഈ മൂത്രമൊക്കെ എനിക്കറിയില്ല. പിണറായി വിജയനെ കാണുക മൂത്രമൊഴിക്കുക, ഇതാണ് അപ്പം ഗോവിന്ദന്റെ പരിപാടി. മറ്റേ സഞ്ജയ് നോക്കി ഒരാള് ഡൽഹിയിലുണ്ട്, അയാളെ കഥ അതിനെക്കാട്ടും എങ്ങപ്പുറാണ്. ഇയാൾ മൂത്രം മാത്രമേ ഒഴിക്കുക, മറ്റാള് ഏത് ബേബി സഖാവ് പിണറായിനെ കാണുമ്പോഴേ മൂത്രം ഒഴിക്കും, അപ്പിടും ചെയ്യും. ഇതാണ് ബേബി സഖാവിന്റെ സ്ഥിതി. ചുരുക്കി പറഞ്ഞാലുണ്ടല്ലോ ഫുൾ കോമഡിയാണ്. നമ്മളൊരു നല്ല ഇപ്പൊ ഈ കോമഡി പടങ്ങളൊന്നും സാധാരണ ഇറങ്ങാറില്ല അല്ലേ? കോമഡി പടങ്ങളൊന്നും സാധാരണ മലയാളത്തിൽ ഇറങ്ങാറില്ല. വേണ്ട, അതിന്റെ കാര്യമില്ലാന്നേ. ഇമ്മാതിരി ആൾക്കാരുണ്ടല്ലോ ചിരിപ്പിക്കാൻ ഈ പറയുന്ന കളിമാഷുണ്ട്. മരുവന്റെ തലകുത്തി മറിച്ചിലും മരുവന്റെ അഭ്യാസങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. പിന്നെ പിണറായിന്റെ കാര്യം പറയുകയാണെങ്കിൽ പറയാനുമില്ല. കൊമേഡിയനായ ക്രൂരൻ, കൊമേഡിയനായ വില്ലൻ, അങ്ങനെയൊക്കെ നമുക്ക് ഉദ്ദേശിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പുതിയ കോമഡി എന്താണ്? 35 MLA രാജിവെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവര്. ഓരോ ആഴ്ചയും വി ഡി സതീശനെതിരായ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കും. ബുധനാഴ്ച വി ഡി സതീശൻ വന്നിട്ട് ഒരു പത്രസമ്മേളനം 1 മണിക്കൂർ എല്ലാ ആരോപണങ്ങളും മൂപ്പര് 8ആയി മടക്കി പോക്കറ്റിലിട്ട് ദേശാഭിമാനിക്കാരനെയും കൈരളിക്കാരനെയും പറഞ്ഞേക്കും, മോനെ പൊയ്ക്കോ പള്ളർച്ചം കിട്ടിയില്ലേ? അവസാനം ഒരു രക്ഷയില്ല. കള്ളത്തരം പറഞ്ഞു എത്ര വെച്ചിട്ട് കള്ളത്തരം പറയാ? മെറ്റ സതീശന്റെ കുഞ്ഞമ്മന്റെ മോളെ ഇനി മെറ്റ പോയി കണ്ട് ഈ എന്താ പറയാ സതീശനെതിരായ പോസ്റ്റുകളൊക്കെ മുക്കിയെന്ന് പറഞ്ഞാണ്ട് ഒരാഴ്ച നടന്നു. അപ്പോഴാണ് മെറ്റ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ആരുടെയും നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് കുറച്ച് പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയതാണ്, അതൊക്കെ എന്ത് ചെയ്യുന്നു പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? ഈ മെറ്റ തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ വി ഡി സതീശനെതിരെ എന്തൊക്കെ പറയുന്ന അവസ്ഥ യു ടേൺ എടോ യു ടേൺ നല്ലതല്ലേ? നമ്മൾ തെറ്റുകൾ കാണുമ്പോൾ, നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ യു ടേൺ അടിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. ബുദ്ധിയുള്ള മനുഷ്യര് ശരികളിലേക്ക് പോകുന്ന മനുഷ്യര് ചെയ്യുന്ന പരിപാടിയാണ് യു ടേൺ. ഇപ്പൊ കേരളത്തില് എല്ലാവരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ടേൺ അടിക്കാന്ന് പറഞ്ഞാൽ എന്തോ വലിയ അപരാധമാണ് അത്രേ. നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തെറ്റായ വഴിയാണെങ്കിലും നിങ്ങൾ യു ടേൺ അടിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ ചെന്ന് കാണിച്ച് ആണക്കുഴി ചാടുക എന്നാ നിങ്ങൾ മഹാനായി. നേരെ മറിച്ച് യു ടേൺ അടിച്ചു പോന്നാൽ അയ്യേ യു ടേൺ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ CPM തുടങ്ങി വെച്ചതാണ്. CPM തുടങ്ങി വെച്ച ഇമ്മാതിരി ഓരോ എന്താ പറയാ നമ്മുടെ കോമൺ സെൻസിനെ അപഹസിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് 35 MLA രാജിവെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ഡി സതീശനെ നമുക്ക് ഒരു തരത്തിലും ആദർശമായി അല്ലെങ്കിൽ വി ഡി സതീശനെതിരെ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാനാവില്ല. അവസാനം പറയാണ് ഞങ്ങൾ എന്നാ രാജിവെക്കുകയാണ്, ഞങ്ങൾ രാജിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാജിവെക്കേണ്ടി വരും. ഇതെന്ത് രാഷ്ട്രീയമാണ്? അതാണ് കെ ഷാജി വളരെ രസകരമായി ചോദിക്കുന്നത്. എന്തായാലും ഇതൊരു ട്രോളാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഫേക്കായ ഒരു എന്താ പറയാ ഇത്തരത്തിലുള്ള ഒരു കാർഡാണ്. 35 MLA രാജിവെച്ച് കഴിഞ്ഞാൽ ആര് തീരും? UDF തീരും എന്നുള്ളത്. ഏതായാലും അത് പിന്നെ ഈ CPM ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഈ അന്തംഗമികൾ പറയുന്നത് ശരിയാണെന്ന് വെച്ചിരിക്കുന്നുണ്ട്.
ഒരിപ്പോഴും ഈ നമ്മളെ നാട്ടുപുറത്തൊക്കെ പറഞ്ഞിരിക്കുന്ന വി ഡി സതീശനെ ഞങ്ങൾ വീഴ്ത്തും. എങ്ങനെയാണ് വീഴ്ത്തുക? ഞങ്ങളെല്ലാവരും രാജിവെക്കും. ഞങ്ങൾ രാജിവെക്കും. അപ്പം പിന്നെ എന്താ? അപ്പം പിന്നെ വി ഡി സതീശൻ വീഴും. അപ്പം ഞങ്ങളെ കാരണഭൂതം വരും, അല്ലെങ്കിൽ ഞങ്ങളെ മരുവം വരും. എന്റെ അന്തംഗം ഇളങ്ങക്ക് എന്നാടോ ബുദ്ധി വരിക? കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പം ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയല്ല, അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രത്യേക ഒരു കാർഡായിട്ട് വന്നിരുന്നു. അതൊരു ഫേക്കാണോ അതല്ല, കാരണം അപ്പം ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഗോവിന്ദൻ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ യഥാർത്ഥത്തിലുള്ളതാണോ, അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയാ വ്യാജ നിർമ്മിതിയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അപ്പം ഗോവിന്ദന്റെ എല്ലാ പ്രസ്താവനകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഫുൾ കോമഡിയാണ്, ട്രോളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ട്രോളാണോ അതോ വ്യാജമാണോ അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അപ്പം ഗോവിന്ദൻ പറഞ്ഞാണോ എന്ന് അറിയില്ല. നിങ്ങൾ പലരും കണ്ടിരിക്കുമോ ആ പോസ്റ്റ്? അതായത് ഇപ്പം LDF 35 അംഗങ്ങളാണല്ലോ ഉള്ളത്. LDF 35 അംഗങ്ങൾ, അതായത് 26, CPM 26, 8 CPI, 26, 8, 34, പിന്നെ ഒരു RJD ഉണ്ട്. അങ്ങനെ 35 പേരാണ്. അപ്പൊ അപ്പം ഗോവിന്ദന്റെ പേരിൽ വന്ന ആ കാർഡിൽ, സോഷ്യൽ മീഡിയ കാർഡിൽ പറയുന്നത്, ഫേസ്ബുക്കിലൊക്കെ നിരന്തരം അത്തരം കാർഡുകളുണ്ട്. അതിൽ പറയുന്നത് 35 ഞങ്ങളുടെ മര്യാദ കൊണ്ടാണ് UDF സർക്കാരിനെ നിലനിർത്തുന്നത്. ഞങ്ങൾ വേണമെങ്കിൽ വിചാരിച്ചാൽ UDF സർക്കാരിനെ അട്ടിമറിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഞങ്ങൾ 35 ആൾ രാജിവെച്ച് കഴിഞ്ഞാൽ അതോടെ സതീശൻ സർക്കാർ നിലം പൊത്തും. ഇതാണ് ആ പോസ്റ്റിലുള്ളത്. അതായത് ഞങ്ങൾ 35 MLA-മാരാണ്ട് രാജിവെക്കുകയാണ്, അതോടെ UDF-ന്റെ പണി തീരുമെന്നാണ് ഗോവിന്ദ മാഷിന്റെ എന്താ പറയാ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടോ. ഞാനതാ പറഞ്ഞത്. അത് ഒരു യഥാർത്ഥ പോസ്റ്റാണോ വ്യാജ പോസ്റ്റാണോ അതല്ലെങ്കിൽ ട്രോളാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇത് നമുക്ക് മനസ്സിലായിട്ടില്ലോ ഇതെങ്ങനെയാണെന്ന്. അതായത് 35 MLA-മാര്, പ്രതിപക്ഷത്തെ 35 MLA-മാര് രാജിവെച്ച് കഴിഞ്ഞാൽ മന്ത്രിസഭ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ ഈ സർക്കാരിനെ പിരിച്ചുവിടാൻ അങ്ങനെ വല്ല ഓപ്ഷനും ഗവർണർക്കുണ്ടോ? എനിക്കറിയില്ല. അപ്പോഴാണ് നമ്മുടെ കെ ഷാജി അറിയാലോ, പ്രശസ്ത പത്രപ്രവർത്തകനാണ്, മാധ്യമ നിരൂപകനാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, നിരന്തരം നമ്മുടെ ചാനലുകളിലൊക്കെ രാഷ്ട്രീയ സംവാദങ്ങളിലൊക്കെ ഏർപ്പെടുന്ന കെ ഷാജി ഇത് സംബന്ധിച്ചൊരു പോസ്റ്റ്. ഷാജി പറയുന്നത് എന്താ അറിയോ? അക്കാദമിക്കായൊരു സംശയമാണ്. ഇടതുപക്ഷത്തെ 35 MLA-മാർ രാജിവെച്ചാൽ വി ഡി സതീശൻ സർക്കാരിന്റെ പണി തീരുമെന്നും അത് ചെയ്യാത്തത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മര്യാദയാണ് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായി സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ആവർത്തിച്ച് കണ്ടു. പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ പ്രതിപക്ഷം ഒന്നടങ്കം രാജിവെച്ചാൽ നിലവിലെ മന്ത്രിസഭ അധികാരം വിട്ടൊഴിയേണ്ടി വരുമോ? അങ്ങനെ ഒന്നിന് ഭരണഘടനയിൽ വകുപ്പുണ്ടോ? എന്ത് ധാരണയിലാവും പൂർവാശ്രമത്തിൽ പി ടി മാഷായിരുന്ന പണ്ട് കളിമാഷായിരുന്ന ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? മാഷിന് ഏതെങ്കിലും ട്രോളന്മാർ പണി കൊടുത്തതായിരിക്കുമോ എന്ന സംശയവും ഷാജി ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. ഇനി മാഷുടെ പാർട്ടിയുടെ MLA-മാർ മൊത്തത്തിൽ രാജിവെച്ചാലും ഇന്നത്തെ സാഹചര്യത്തിൽ CPI-യുടെ MLA-മാർ ആരെങ്കിലും രാജിവെക്കുമോ? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം കേട്ടോ. കാരണം അറിയാലോ, CPI CPM തല്ല് ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. CPI ഏത് നിമിഷവും പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേക ബ്ലോക്കായി കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് CPI UDF-ൽ ചേരുക എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നം, UDF-ൽ ഇനിയും ഒരു പാർട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാൻ UDF-ന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതല്ലാതെ CPI-ക്ക് മുമ്പിൽ നിരവധി മാർഗങ്ങളുണ്ട്. കാരണം ഒരു യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേട്ടോ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം CPM-ൽ തുടരുക എന്ന് പറഞ്ഞാൽ അവർക്കത് കഴിയില്ല. കാരണം CPM എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറിയിട്ട് കഴിഞ്ഞ 25 വർഷമായി. 15 വർഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം, അതിനുശേഷം 10 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന കാലം, ഈ 25 വർഷം എന്ന് പറഞ്ഞാൽ CPM എന്ന് പറഞ്ഞാൽ ഇത് പിണറായി വിജയന്റെ ഒരു ഭക്തജന സംഘമാണ്, പിണറായി വിജയന്റെ അടിമ വംശമാണ്, പിണറായി വിജയന്റെ ഒരു ഫാൻസ് അസോസിയേഷനാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഗുണ്ടാ സംഘമാണ്. അതിൽ ഏത് രീതിയിൽ നമുക്ക് അതിനെ കണക്കാക്കാം. ആ രീതിയിൽ പിണറായി വിജയന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും തെമ്മാടിത്തങ്ങൾക്കും നിലകൊള്ളുന്ന ഒരു എന്താ പറയാ ഒരു കൂട്ടായ്മ. അതാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സാധ്യതയുള്ളത് CPM-ല് എന്ന് പറഞ്ഞാൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ,
കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ അടിയുറച്ച് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഒരു ആലോചന ഉണ്ടായിരുന്നു, നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ടി കെ ഗോവിന്ദൻ, ഇവിടെ നമ്മുടെ തളിപ്പറമ്പിൽ MLA ആയ TKG, പിന്നെ നമ്മുടെ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ സഖാവ്, KK രമ, അങ്ങനെ CP ജോൺ, അങ്ങനെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ആദർശ ധീരരായ നേതാക്കളുണ്ടല്ലോ, ഇവരുടെ ഒരു കൂട്ടായ്മയിൽ ഒരു പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അടിസ്ഥാന വർഗങ്ങളുടെ പ്രതീക്ഷയായി മാറുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, തൊഴിലാളികളുടെ അല്ലെങ്കിൽ കർഷകരുടെ ഒക്കെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന് സാധ്യതയുണ്ട് കേരളത്തിൽ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല, ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു ഇടതുപക്ഷ ബദൽ, മറ്റൊരു ഇടതുപക്ഷം രൂപീകൃതമായാൽ അതിന് CPIക്ക് അതിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് CPI വന്നു കഴിഞ്ഞാൽ അങ്ങനെ CPIയും ഈ അസംതൃപ്തരായ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള തിരുത്തൽവാദികളായ CPMകാരും കൂടി ചേർന്ന് കേരളത്തിൽ വരുംകാലത്ത് ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉദയം കൊള്ളുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അതല്ലാതെ ഒരുപക്ഷെ UDFൽ ചേർന്നേക്കാം വരുംകാലത്ത്. കാരണം എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അത് തീർത്തു. ഏറ്റവും അവസാനം ഈ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഈ പണ്ടാരത്തെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ 102 സീറ്റ് UDFന് കൊടുത്ത് 3 സീറ്റ് BJPക്ക് കൊടുത്ത് ഇവരെ വെറും 35ലേക്ക് ഒതുക്കിയത്. എന്നിട്ടും പാഠം പഠിക്കാതെ പ്രതിപക്ഷ നേതാവ് ഇയാളെ തന്നെ. എന്നിട്ടും നന്നാവോ? അപ്പോഴാണ് ഏറ്റവും അവസാനം ഈ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണി മര്യാദകളൊക്കെ ലംഘിച്ചുകൊണ്ട് CPI ആകെ ആവശ്യപ്പെട്ടത് അവർക്കൊരു പ്രതിപക്ഷ നേതൃസ്ഥാനം വേണം. ഈ ഉപപ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആനക്കാരിയൊന്നുമല്ല, ഒരു വലിയ പദവിയുമല്ല, അതൊരു ഒഫീഷ്യൽ പദവി പോലുമല്ല. പക്ഷേ മുന്നണിയില് CPMന്റെ ഇത്തരം തോന്നിയാസങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു കടിഞ്ഞാണിടാൻ CPIക്ക് സ്വാഭാവികമായും ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ CPMന് സംഭവിച്ച തോൽവിയുടെ അത്രയും വലിയ തോൽവി CPIക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് CPI പറയുന്നത് ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണം. അപ്പൊ കാലങ്ങളായി ഇത് CPMന് അവകാശപ്പെട്ടതാണെന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെയൊക്കെ ശേഷമാണ് ഒരു സമവായത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഈ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണനും ഒക്കെ നിരന്തരം CPI നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇവര് ഒരു ധാരണയിലെത്താൻ കഴിയുമെന്ന് ഇവർക്ക് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി യോഗത്തിൽ CPIക്കാര് ഒരു മര്യാദ പാലിച്ചുകൊണ്ട് ഇക്കാര്യം ഈ മുന്നണി യോഗത്തിൽ ഇവര് ഉന്നയിച്ചില്ല. കാരണം അതിന്റെ പുറത്ത് മുന്നണി യോഗത്തിന് പുറത്ത് ഒരു സമവായത്തിലെത്താൻ കഴിയുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴാണ് ഒരു കാര്യമില്ലാതെ പിണറായി വിജയൻ പറയാണ്, അതെ പ്രതിപക്ഷ നേതൃസ്ഥാനം അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്താൽ മതി, ഞാൻ തീരുമാനിക്കും, ഞാൻ കത്ത് കൊടുക്കും, അത് CPMകാർക്കേ കൊടുക്കുള്ളൂ. ഇയാൾ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഇതിൽ എന്ത് ജനാധിപത്യമുള്ളത്? അതല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എന്തിന് ഈ പറയുന്ന അപ്പം ഗോവിന്ദനെയും TP രാമകൃഷ്ണനെയും വെറുതെ വേഷം കെട്ടിച്ച് സമവായത്തിന് നേരത്തെ പിണറായി പറഞ്ഞാൽ പറയായിരുന്നു, ഞാൻ കൊടുക്കില്ല എന്ന് പറയാം, കൊടുക്കില്ല എന്നങ്ങോട്ട് എന്താ പറയാ അറുത്തു കുറിച്ച് പറഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞ പോലെ വീട്ടിൽ പോയി ചോദിക്കും, മാറി നിൽക്ക് കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്ന പോലെ പിണറായി വിജയന് നേരത്തെ CPIക്കാർക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, മാറി നിൽക്ക് കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിക്കുന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ CPIക്കാർക്ക് നേരത്തെ തന്നെ അവരുടെ തീരുമാനം എടുക്കായിരുന്നു. അതിന് പകരം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ നമുക്കൊരു സമവായത്തിലെത്താം എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ കൊടുത്തിട്ട് അവസാനം പിണറായി അപ്പൊ ആരായി? ഗോവിന്ദൻ ആരായി? ഈ പാർട്ടി സെക്രട്ടറി ആരായി? ശശിയായി, കഴങ്ങനായി ഈ പറയുന്ന TP രാമകൃഷ്ണനും. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഈ പാർട്ടിയെ എന്താ പറയുക കൊന്ന് കൊഴിച്ച് മൂടി 16 അടിയന്തരം കഴിച്ചിട്ടേ മൂപ്പര് പോകുള്ളൂ. അല്ല ഒരു ആവശ്യമില്ലായിരുന്നു ഇങ്ങനെ ഒരു മുന്നേ, അല്ലെങ്കിൽ തന്നെ തോറ്റ് തുന്നം പാടിയിട്ട് നാണവും മാനും കെട്ട് കിടക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ അധികാരത്തിന് വേണ്ടി, കാരണം മൂപ്പരുടെ മനസ്സിൽ പ്രതിപക്ഷ ഈ നേതൃസ്ഥാനം മരുവന് കൊടുക്കണം എന്നുള്ളതാണ്. മരുവന് എങ്ങനെയെങ്കിലും അടുത്ത മുഖ്യമന്ത്രി, മൂപ്പർക്ക് ആവതുണ്ടെങ്കിൽ, എണീറ്റ് നടക്കാൻ ആവതുണ്ടെങ്കിൽ മൂപ്പർക്ക് തന്നെ ആവണം. അതിന് പറ്റില്ല വെച്ചാൽ മരുവനാകണം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ വാഴ്ച, അതാണ് പിണറായി ആഗ്രഹിക്കുന്നത്. അതിന്റെ അടിയിലാണ് ഈ അപ്പം ഗോവിന്ദന്റെ ഇത്തരത്തിൽപ്പെട്ട ഒരു പരാമർശം ചർച്ചയാവുന്നത്. അപ്പോൾ ഷാജിയുടെ ബാക്കി ഈ പോസ്റ്റിന്റെ കാര്യം ഇങ്ങനെയാണ്. പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ പ്രതിപക്ഷം ഒന്നടങ്കം രാജിവെച്ചാൽ നിലവിലെ മന്ത്രിസഭ അധികാരം വിട്ടൊഴിയേണ്ടി വരുമോ? അങ്ങനെ ഒന്നിന് ഭരണഘടനയിൽ വകുപ്പുണ്ടോ? എന്ത് ധാരണയിലാകും പൂർവാശ്രമത്തിൽ PT മാഷായിരുന്ന ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? മാഷിന് ഏതെങ്കിലും ട്രോളന്മാർ പണി കൊടുത്തതായിരിക്കുമോ?
ഇനി മാഷിന്റെ പാർട്ടിയുടെ MLA മാർ മൊത്തത്തിൽ രാജിവെച്ചാലും ഇന്നത്തെ സാഹചര്യത്തിൽ CPI-യുടെ MLA-മാർ ആരെങ്കിലും രാജിവെക്കുമോ എന്ന് ഈ സാഹചര്യത്തിലാണ് ഷാജി ചോദിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ CPM-മാർ മൊത്തം രാജിവെച്ചാലും CPI-കാർ എന്തായാലും രാജിവെക്കില്ല. കാരണം ഇനിയും ഇവര് ഈ CPM-ന്റെ താളത്തിനനുസരിച്ച് തുള്ളില്ല എന്നുള്ളത് ഷാജി പറയുകയാണ്. ഇനി രാഷ്ട്രീയ ജനതാദളിന്റെ ഒരേ ഒരു അംഗം രാജിവെക്കുമോ? എവിടെ രാജിവെക്കാൻ? നല്ല കാര്യമായി. ഇവരെല്ലാം രാജിവെച്ചാൽ തന്നെ ഗവർണർ നേരെ സതീശൻ മന്ത്രിസഭ പിരിച്ചുവിട്ട് പിണറായി വിജയനെ മൂന്നാമത് മുഖ്യമന്ത്രിയായി അവരോധിക്കുമോ? ഇവരൊക്കെ രാജിവെച്ചാൽ ഗവർണർ എന്നാ വരട്ടെ, പിണറായി വരട്ടെ, എന്നിട്ട് പിണറായി അധികാരം ഏൽക്കുക അങ്ങനെ അങ്ങോട്ട് ഗവർണർ പറയുമോ? ഗോവിന്ദ മാഷ് വലിയ കോമഡിയാണ്. അവസാനം ഇത് കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഗോവിന്ദ മാഷ് ശരിക്കതാണ് കേരള രാഷ്ട്രീയത്തിലെ കൊമേഡിയനാണ് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. ഇയാൾ വായ തുറന്നാൽ, ഇളിച്ച് കാണിച്ചാൽ, ഇയാളുടെ ശരീരഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇയാൾ ഏറ്റവും അവസാനം കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് ഒരു പ്രസംഗം നടത്തിയല്ലോ. ഇഡി ഒന്നും കണ്ടുകിട്ടിയില്ല. ഇഡി എങ്ങനെയാണ് നമ്മളെ മരുമോനെ തൊടുക? പിണറായി വിജയൻ പറയിപ്പിച്ചാണ്. പിന്നാലെ ഇരുന്നിട്ട് പിണറായി വിജയൻ കണ്ണുരുട്ടി പറഞ്ഞതാണ്, എടോ ഗോവിന്ദ അവിടെ പോയി കണ്ട് മുതലക്കുളത്ത് പോയി പ്രസംഗിക്കുക, എന്റെ മരുമോനെ തൊടാൻ പറ്റില്ല, എന്റെ മോളെ തൊടാൻ പറ്റില്ല, എന്നെ തൊടാൻ പറ്റില്ല, മരുമോനും തൊടാൻ പറ്റില്ലടോ, പോയി പ്രസംഗിക്കടോ ഗോവിന്ദ, അപ്പം ഗോവിന്ദ പോയി പ്രസംഗിക്കടോ എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പം മൂപ്പര് പകുതി മൂത്രമൊഴിച്ച് ബാക്കി പകുതി മൂത്രം അതും കൊണ്ട് ഓടിയതാണ്. ആ മൂത്രമാണ് ഇവിടെ ഒഴിച്ചത്. എവിടെ? നമ്മുടെ മുതലക്കുളം മൈതാനിയിൽ. അതാണ് മൂപ്പരുടെ പ്രസംഗം. ഇഡി എങ്ങനെ മരുവനെ പിടിക്കുന്ന ചോദിക്കുന്നത്. ഇഡി എങ്ങനെ കാരണഭൂതത്തെ പിടിക്കും? ഇഡി എങ്ങനെ കാരണഭൂതത്തിന്റെ മോളെ പിടിക്കും? ഒന്നും കിട്ടിയില്ല. മൂപ്പരാണല്ലോ തീരുമാനിക്കുന്നത് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ മുതലക്കുളം മൈതാനത്തിലുള്ള സഖാക്കന്മാര് മുഴുവനും മനസ്സിൽ പ്രാഗേനി പണ്ടാറ എന്നാണ് ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുക. പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കുന്ന, പാർട്ടിയെ നശിപ്പിച്ച് കാരണഭൂതം നശിപ്പിക്കുകയാണ്, കാരണഭൂതത്തിന്റെ മോള് നശിപ്പിക്കുകയാണ്, കാരണഭൂതത്തിന്റെ മരുവ നശിപ്പിക്കുകയാണ്. എന്നാ ഈ പാർട്ടി സെക്രട്ടറി എന്നെങ്കിലും അതിനൊന്ന് തടയണ്ടേ? ഇവിടെ ഇയാളാണെങ്കിൽ പിണറായി വിജയനെ കാണുമ്പോഴത്തേക്കും മൂത്രമൊഴിക്കാൻ തുടങ്ങും. എവിടുന്ന ഈ മൂത്രമൊക്കെ എനിക്കറിയില്ല. പിണറായി വിജയനെ കാണുക മൂത്രമൊഴിക്കുക, ഇതാണ് അപ്പം ഗോവിന്ദന്റെ പരിപാടി.